ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വീട്ടിന് ചുറ്റുമുള്ള കുറച്ച് മരങ്ങളും ചെടികളൊക്കെ കാണിക്കാമെന്ന് വെച്ചിട്ടാണ്. ഇത് ഗപ്പി ടാങ്കിലുള്ള ഒരു പായലാണ്. അതിൻ്റെ ഭംഗി കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തതെന്ന് മാത്രം. ഈ ചീര കുറച്ച് പേർക്കെങ്കിലും അറിയുന്നുണ്ടാകും. മധുരച്ചീര എന്ന് പറയും. ഇത് ചീര ഇനത്തിൽപ്പെട്ടതാണ്. ഒരുപാട് ഗുണങ്ങളുള്ള ചീരയാണ്. ഇത് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കഴിക്കണം, നല്ലതാണ്. ഇതെല്ലാം നമ്മുടെ വീട്ടിലെ സൈഡുള്ളതാണ് കേട്ടോ. ഇനി കുരുമുളകാണ്. ഇത് മേലേക്ക് തെങ്ങിലാണ് പടർത്തി വിട്ടിരിക്കുന്നത്. മേലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് താഴേക്ക് വള്ളി വലിച്ചു വിട്ടതാണ്. ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടാകും. പാലക്കാട്ടിലെ ഇരുമ്പാമ്പുളി എന്നാണ് പറയുന്നത്. മരത്തിൻ്റെ മേലേക്ക് നിറയെ പൂത്ത് നിൽക്കുന്നുണ്ട്. അതുപോലെ കൊലകൊലയായിട്ടാണ് ഇത് നിൽക്കുന്നത്. ഇരുമ്പാമ്പുളിയും കൊണ്ട് അച്ചാറും മീൻ കറിയൊക്കെ വെച്ച അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നാടൻ അവരക്ക വള്ളികളാണ് ഇതൊക്കെ. ഇതിൽ നിന്നാണ് വലിച്ചിട്ട് നമ്മളന്ന് നേരത്തെ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഉപ്പേരി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഈ ചെടിയുടെ പേര് എന്ന് പറയുന്നത് ചുണ്ടയ്ക്ക അല്ലെങ്കിൽ ചുണ്ടങ്ങ വന്നിട്ടൊരു കായ ഉണ്ടാവും. ചെറിയൊരു കായാണ്. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ചുണ്ടങ്ങ കൊണ്ടാട്ടം എന്ന് പറയുന്നത്. അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഈ ചുണ്ടങ്ങ കൊണ്ട് കറിയും വയ്ക്കും കേട്ടോ. ഇത് സപ്പോട്ടയുടെ മരമാണ്. കുറച്ചെണ്ണക്ക് ഇപ്പം കിട്ടിയിട്ടുണ്ട്. ഈ സപ്പോട്ടയുടെ മരത്തിൻ്റെ അടുത്ത് തന്നെയാണ് ലൂബിക്കയുടെ മരമുള്ളത്. വിക്കയുടെ സീസൺ ആകുമ്പോൾ ഇതിൽ നിറച്ചും കായ്ക്കും. വിക്കയും കാന്താരിയും കൂടി ഉപ്പിലിട്ട വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വീടിൻ്റെ ബാക്ക് സൈഡിലാണ് ആത്തച്ചക്കൻ്റെ മരം ഉള്ളത്. നാരങ്ങൻ്റെ ടേസ്റ്റാണ് ഈ ആത്തച്ചക്കയ്ക്കും ഉള്ളത്. ഇനി പപ്പായ, ഇവിടെ ഓമക്കായ എന്ന് പറയും. ഇത് വീടിന് അടുത്തുള്ള തന്നെയുള്ളൂ. ഇപ്പം നിറയെ കഴിച്ചിട്ടുണ്ട്. മാങ്ങ സീസൺ ആയതുകൊണ്ട് ചെറിയ ചെറിയ കണ്ണിമാങ്ങകളൊക്കെ വന്നിട്ടുണ്ട്, കുറേ പൂത്തിട്ടുമുണ്ട്. ഇത് വന്നിട്ട് റംബൂട്ടാൻ്റെയാണ്. ഇതിലങ്ങനെ അധികം കിട്ടാറില്ല, ഒന്നോ രണ്ടെണ്ണമൊക്കെയാണ് എപ്പോഴും കിട്ടാറുള്ളത് റംബൂട്ടാനൊക്കെ. ഇത് ഇഞ്ചി ചെടിയാണ്. നേരത്തെ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇഞ്ചി കിട്ടിയതിൻ്റെ. ഇത് ചായാമൻസിൻ്റെ ചെടിയാണ്. ഇത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, തോരൻ വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. കുറച്ച് വിത്തുകൾ മുളപ്പിക്കാനുണ്ട്. അത് നമുക്ക് വരുന്ന വീഡിയോയിൽ അതിൻ്റെ അപ്ഡേഷൻ എന്താണെന്ന് പറയാം. വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.